Hello, welcome to market discussion of the day. Today, February 9, 2000, so February 11, 2026, വെനസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നോൺ ഫാം പേറോൾ ഡേ ആണെന്നുള്ളതാണ് അല്ലേ. നോൺ ഫാം പേറോൾ ഡേ മാറി നിൽക്കണം എന്ന് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന NFP ഡേ എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ എക്കണോമിക് കലണ്ടറിലോട്ട് പോകാം, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ റേഞ്ചിലോട്ട് ഇന്ന് കിടക്കുകയും ചെയ്യാം. ഓക്കെ, സോ അതിന് മുമ്പോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള, ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി ബേസിക്സ് മനസ്സിലാക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ രാത്രി 8:30 മണിക്കാണ് ഈ കോഴ്സ് നടക്കുന്നത്. ഓൾമോസ്റ്റ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ബേസിക്കലി നമുക്ക് ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ആക്ച്വലി ഫോർകാസ്റ്റ് വന്നപ്പം 0.6%, കഴിഞ്ഞ പ്രീവിയസ് ന്യൂസ് നോക്കുമ്പോൾ 0.6%, ഫോർകാസ്റ്റ് വന്നപ്പോൾ 0.4%, ആക്ച്വൽ വന്നപ്പോൾ 0% ആണ് ന്യൂസിൽ വന്നത്. സോ എക്കണോമിക്സ് പ്രകാരം ഗോൾഡ് മുകളിലോട്ട് പോവുകയും US ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മീനിങ്. ഓക്കെ, സ്ട്രെങ്ത് കുറയുന്നതിലൂടെ എന്ത് സംഭവിക്കും? അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ പേഴ്സും GBP USD, യൂറോ USD, അതേപോലെ തന്നെ നമ്മളുടെ ഗോൾഡ് XI USD, ഇതെല്ലാം മുകളിലോട്ട് പോകും എന്നുള്ളതാണ് എക്കണോമിക്സ് പ്രകാരം നടക്കേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഒക്കെ റെയറായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കലണ്ടർ ബേസ് ചെയ്ത് നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണ്? നമ്മുടെ നോൺ ഫാം പേറോളാണ്. വൈകുന്നേരം 7 മണിക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് 100% നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നോൺ ഫാം പേറോൾ ഡേ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും മാറി പറയാറുള്ള ഒരു ദിവസമാണ് നോൺ ഫാം പേറോൾ ഡേ. അതേപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് ഡേ, CPIയുടെ ദിവസം, GDP അനൗൺസ്മെൻറ്റ്, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അല്ലേ. സോ ഇന്നത്തെ ദിവസം മാറി നിൽക്കുക. നാളെ മാർക്കറ്റ് ഉണ്ടാവും, നാളെ ട്രേഡ് ചെയ്യുക. ഇന്ന് മൊത്തത്തിൽ മാറി നിൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ്, നമ്മളുടെ ഈ ഒരു സമയത്തെങ്കിലും നമുക്ക് മാറി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നമ്മൾ ഇന്നലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ന്യൂസുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങൾ പോയി കാണുക. ഓക്കെ, സോ ബേസിക്കലി എന്തൊക്കെ ആണ് പല കറൻസീസിനെയും, മേജർ കറൻസീസിനെയും ഗോൾഡിനെയും അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ് എങ്കിൽ, നമുക്ക് ലീഡർഷിപ്പ്, ഫെഡറൽ റിസർവ് ലീഡർഷിപ്പ് കെവിൻ വാഷ് എന്ന് പറയുന്ന പുള്ളിയെ ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. സോ അതിലൂടെ ആക്ച്വലി നമ്മളുടെ US ഡോളറിന് സ്ട്രെങ്തൻ ആകും എന്നുള്ളൊരു വിശ്വാസം. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറയ്ക്കാൻ പോസിബിലിറ്റി ഇല്ല എന്നുള്ളൊരു അനുമാനത്തിൽ ആൾക്കാർ ഗോൾഡ് സെൽ ഓഫ് ചെയ്യുകയും കഴിഞ്ഞ മാസം. അതിനുശേഷം ഗോൾഡ് വീണ്ടും മുകളിലോട്ട്, ഗോൾഡ് സെൽ ഓഫ് ചെയ്ത് US ഡോളറിന് ശക്തി വന്നതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ അത് പിന്നീട് 5000-ന് മുകളിൽ ഈ ഒരു തിങ്കളാഴ്ച മുതൽ ഈ 3 ദിവസവും 5000-ന് മുകളിൽ കൺസോളിഡേറ്റ് ആയി നിൽക്കുന്നു എന്ന് പറയുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ അത് ബേസിക്കലി ഇപ്പോൾ ഈ ഒരു സംഭവം സംഭവിച്ചിട്ട് പോലും US ഡോളർ സ്ട്രെങ്തൻ ആയി എന്ന ഒരു ഇത് കാണിച്ചിട്ട് വീണ്ടും താഴോട്ട് പോകാനുള്ള റീസൺ ബേസിക്കലി നമ്മളുടെ ഗ്രീൻലാൻഡ് ഇഷ്യൂ തന്നെയാണ്. ഗ്രീൻലാൻഡ് US-ഉം യൂറോപ്പും തമ്മിലുള്ളൊരു ഇഷ്യൂ അല്ലേ. സോ ഗ്രീൻലാൻഡ് വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി വെനസ്വേല പിടിച്ചടക്കിയതിന് ശേഷം. സോ അത് യൂറോപ്യൻ കൺട്രീസ് എതിർക്കുകയും അങ്ങനെയുള്ള എതിർത്ത യൂറോപ്യൻ കൺട്രീസിനെതിരെ താരിഫ് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു ടെൻഷൻ ഓൾറെഡി നടക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ US ഡോളർ വീണ്ടും സ്ട്രെങ്തൻ ആവാത്തത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ ചൈനയുടെ സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് റിസർവ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏഷ്യയിലുള്ള പല സെൻട്രൽ ബാങ്ക്സും ഗോൾഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 750 ടൺസ് ഓഫ് ഗോൾഡാണ് ഈ വർഷം വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ ഈ ഓൾറെഡി പറഞ്ഞ റീറ്റെയിൽ സെയിൽസിന് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഇന്ന് വരികയും ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു
മാർക്കറ്റ് ഡിസ്കഷൻ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്സ്. ഇത്രയേ ഉള്ളൂ എനിക്ക് ഫണ്ടമെൻ്റലി പറയാനായിട്ട്. ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ USD/JPYയിലോട്ട് തന്നെ പോവാം. USD/JPY ഇന്നലെ നമ്മൾ പറഞ്ഞൊരു റേഞ്ച് ഉണ്ടായിരുന്നല്ലേ, എന്താണ് 156 അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. സോ ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ പ്രോഫിറ്റാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, സോ ബേസിക്കലി USD/JPY നമ്മൾ നോക്കുകയാണെങ്കിൽ USD/JPYയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ സൈഡ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി മാറി എന്നുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അവിടുത്തെ പൊളിറ്റിക്കൽ എന്താ പറയുക, പ്രൈം മിനിസ്റ്റർ മാറി. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ അവിടുത്തെ ഈ പുതിയ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഓൾറെഡി ഒക്ടോബർ മുതൽ ഭരിച്ചുകൊണ്ടിരുന്ന പ്രൈം മിനിസ്റ്റർ തന്നെയാണ് വീണ്ടും ചാർജ് എടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ റീസൺ കാരണം അവിടെ ഫിസ്ക്കൽ എന്താ പറയുക, അവരുടെ ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യേണ്ട പൈസ കൂടുതലാണ് എന്നുള്ള അനുമാനം ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ USD/JPY താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ്, ബെയറിഷ് മാർക്കറ്റാണ്, ട്രെൻഡ് ഡൗൺ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ ട്രെൻഡ് ഡൗൺ ആണ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. സോ ബേസിക്കലി എന്താണ് സംഭവിച്ചത്, ഇന്നലെ ഫെബ്രുവരി 10 അല്ലേ, ഫെബ്രുവരി 10 156 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം വലിയ പിടിയില്ല. ഞാൻ കൂടുതലും നമ്മളുടെ MetaTrader 5 തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. സോ അതുകൊണ്ടാണ് എനിക്ക് വലിയ പിടിയില്ല ഇതിനെപ്പറ്റി. ഈ ട്രേഡിംഗ് വ്യൂ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഓക്കെ വീണ്ടും പോയല്ലോ. ഓക്കെ, സോ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇന്നലെ 156 റേഞ്ചിലൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 156 അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. സോ അത് കൃത്യമായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 153.4147 നിൽക്കുന്നു. സോ ഇവിടെ നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെല്ലിലോട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഈ ഒരു ദിവസം ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, സോ 153.2 ഇപ്പോൾ നിൽക്കുന്നു. 153.80 അവിടെയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. 153.80 ടു 154.20 അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടാർഗറ്റ് നമുക്ക് 152.10 ടാർഗറ്റ് വെക്കാം. സ്റ്റോപ്പ് ലോസ് 155.10 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, പക്ഷേ നമുക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം 152 എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അതുകൊണ്ടിട്ട് തന്നെ 152 ടു 152.2 അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 151.40 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1:1.5 റേഷ്യോയിൽ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. 154 വരെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുക്കുന്നത് കൊണ്ടിട്ടും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് USD/JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ GBP/USDയിലോട്ട് വരുമ്പോൾ GBP ഇന്ന് നമ്മൾ GBP/USD നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, സോ 1.36747 നിൽക്കുന്നു. അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. ഇതേവരെ ഡൗൺ ട്രെൻഡ് ഒന്നും ആയിട്ടില്ല. എൻട്രി സോൺ നമുക്ക് 1.3630 ടു 1.3650. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും എൻട്രി ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.3580 താഴെ ആയിരിക്കണം. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ആയിരിക്കണം കേട്ടോ. ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 1.3800 നമുക്ക് ലോങ്ങർ ടേമിൽ ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സെൽ ഓപ്പർച്യൂണിറ്റിയിലോട്ട് നിൽക്കാനായിട്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ EUR/USDയിലോട്ട് വരാം. EUR/USD നമ്മൾ നോക്കുകയാണെങ്കിൽ USD നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 1.19245 നിൽക്കുന്നു. സോ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്ത് 1.1800 അവിടെ നിന്നുള്ളൊരു ബൈ. അത് ഓൾറെഡി നിങ്ങൾ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറിയെന്ന് ആണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഇനി നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ 1.200 അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, 1.200 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.2100 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അല്ലാത്ത പക്ഷം 1.1800 അവിടുന്ന് വീണ്ടും നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ നിന്നുള്ളൊരു ബൈ ചെയ്യുന്ന ആൾക്കാർ 1.17
30 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്നത്തെ NFP എല്ലാത്തിലും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പല ആൾക്കാരും ചോദിക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ, ഞാൻ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർ ട്രേഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ, UAE ബേസ് ചെയ്തിട്ടുള്ള SCAD റെഗുലേഷൻ ഒക്കെയുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ കമ്പനി കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനെ കുറിച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു പോകാനായിട്ടാണ്. സോ ഇത് നിങ്ങൾക്ക് ലോങ്ങർ ടേമിലോട്ട് പൈസ അലോക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ആദ്യത്തെ $1000 50% ബോണസ് കമ്പനി തരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇൻ്റർനെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഇതാവുന്നില്ല. ഓക്കെ, നോക്കട്ടെ. 50% ഓഫർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസ്, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇന്ത്യയിലൊക്കെ പുറത്ത് യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസ്, 1000 ഇടുന്ന ആൾക്ക് 1000 തന്നെ നമുക്ക് ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ മുകളിൽ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ, കയറി കാണാമല്ല, കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കയറി രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ ദുബായ് ക്ലയൻസ് ആണ്, UAE ക്ലയൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ലിങ്ക് ആയിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം എൻ്റെ അടുത്ത് കൂടെ പറയണം, എന്നാൽ മാത്രമേ ഞാൻ അറിയുള്ളൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം പല ആൾക്കാരും രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ ലിങ്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്തത്, പക്ഷേ ചിലപ്പോൾ എൻ്റെ രജിസ്റ്റർ ആവില്ല. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരാനും പറ്റുള്ളൂ. അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, അതാണ് എനിക്ക് ഉള്ളൊരു ഡീൽ, എന്താ പറയുക, കമ്പനിയുമായിട്ടുള്ളൊരിത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്കത് അതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ എന്തായാലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് സംസാരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും പുതിയ ബാച്ചിലോട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.